എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് അങ്ങ് ലോകത്തിലേക്ക് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ എന്റെ പൈതലായി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, പ്രിയദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ബ്ലഡിൽ അടങ്ങിയിരിക്കണം. ഈ ദാസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ മനസ്സിലെ വിഷമങ്ങൾ കർത്താവ് അറിയുന്നുവല്ലോ. നിന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം ആ ചേട്ടനെ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവം അവിടെ നിന്ന് മാനിക്കുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ഈ പ്രിയ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ, ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുക. ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങ് ഈ ദാസനെ അറിയുന്നവല്ലോ. ഈ പട്ടണത്തിന്റെ നടുവിൽ, ഈ തെരുവിൽ ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഉയർത്തിയപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് കയറി വന്നെങ്കിൽ കർത്താവേ, ഞാൻ പറയുന്ന വാക്കുകളേറ്റോ. യേശുവേ, ഞാൻ പാപിയാണ്. എന്റെ പാപങ്ങൾക്ക് പരിഹാരങ്ങളായിട്ടാണ് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത്. എന്റെ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വാഗുകൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. പ്രിയദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രാർത്ഥിക്കുവാനായി മുമ്പോട്ട് കയറി വന്ന ഈ പ്രിയദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് തുടങ്ങിയ സമയം മുതൽ ഈ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. താൻ ഇവിടുന്ന് എങ്ങും പോയില്ല. താൻ നേരം പോക്കുള്ളത് കൊണ്ട് സമയം പോക്കിന് വേണ്ടി വന്ന് നിന്നല്ല. തനിക്കെന്തോ ഇത് കേൾക്കണമെന്നൊരു ആഗ്രഹം. ജീവിതത്തിൽ സമാധാനമില്ലാതെ ആത്മഹത്യക്ക് വേണ്ടി കൊതിച്ച വ്യക്തിയാണ് ഞാൻ. എന്നാൽ എനിക്കിങ്ങനെ ഒരു സുവിശേഷം കേൾക്കാനോ ഇങ്ങനെ അടുത്തു വരാനോ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്നപ്പോ എവിടെയോ നിന്ന് ചേട്ടൻ ഇവിടെ കൂടി വരികയാണ്. ചേട്ടാ, എനിക്ക് പറയാനുള്ള യേശു താങ്കളെ സ്നേഹിക്കുന്നു. അദ്ദേഹം പറയുന്നു, തനിക്ക് പറയുവാൻ വാക്കുകളില്ലെന്ന്. ഞാൻ ചേട്ടനെ കുറിച്ച് പറയാം. തരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്ന കർത്താവ്, നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വലിയ കൃപ കൂടിയിരിക്കണമേ. ജീവരക്ഷ പ്രാപിച്ച ദൈവത്തിനു വേണ്ടി നിലകൊള്ളു.